ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് വേൾഡ് കപ്പിൻ്റെ ഒരു ഫങ്ഷൻ എൻ്റെ സ്കൂളിൽ ഇന്ന് മക്കളുടെ സ്കൂളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ജേഴ്സി ഡേ എന്ന് പറഞ്ഞിട്ട് അവർ ആഘോഷിക്കുന്നുണ്ട് സ്കൂളിൽ. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജേഴ്സി ഇട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മൂത്ത മോൻ മെസ്സിയും രണ്ടാമത്തെ മോൻ നെയ്മറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം നെയ്മറിൻ്റെ നോക്കി വന്നപ്പോൾ നെയ്മർ ചെറിയൊരു പാകമാവണുണ്ടായിരുന്നില്ല. അപ്പോൾ മെസ്സി തന്നെ അവരുടെ ഫാദർ അപ്പച്ചൻ വാങ്ങിച്ചു കൊടുത്തേ. അപ്പോൾ മൂത്ത മോൻ പറയും, നെയ്മർ പൊട്ടിയിടാ, അത് കാരണം നീ മെസ്സിനെ ഇട്ട് വന്നാൽ മതി, അത് കാരണം നീ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിന്നെ കളിയാക്കും എന്നൊക്കെ പറഞ്ഞു അവനോട്. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടല്ലേ. ഏറ്റവും കൂടുതൽ റൊണാൾഡോ ഫാൻസ് ആയിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, ഇത്രയധികം പിള്ളേരാണ് അറിയുക റൊണാൾഡോ ഫാൻസ്. ഒരുവിധം ബോയ്സൊക്കെ റൊണാൾഡോയും, ഒരുവിധം ഗേൾസ് മുഴുവൻ മെസ്സിയായിരുന്നു കേട്ടോ. അപ്പോൾ ബോയ്സും ഗേൾസും മെസ്സിയും റൊണാൾഡോയും പിന്നെ നെയ്മറും അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായിട്ടോ ഇത് കണ്ടിട്ട് അവർ. അപ്പോൾ ഞാൻ ടീച്ചറുടെ വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ വേൾഡ് കപ്പിൻ്റെ. അങ്ങനെ വേൾഡ് കപ്പും തരംഗമായിക്കൊണ്ടിരിക്കാനായിട്ടാണ്. കേരളത്തിൽ പിന്നെ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ തരംഗമല്ല, അതൊരു ആവേശമാണല്ലോ. അപ്പോൾ അതുപോലെ ഭയങ്കര ഇതിലാണ് നിൽക്കണേട്ടാണ്. അപ്പോൾ ഇവരുടെ സ്കൂളിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇവർ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവരുടെ ആ എക്സ്പ്രഷനും ആ സംസാരം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണതൊക്കെ എത്തിയിട്ടാണ്. ബട്ട് അവർ ടയേർഡായിരുന്നു. വന്നപ്പോൾ തന്നെ മൂത്ത ഭയങ്കര ടയേർഡായിരുന്നു. അത് കഴിഞ്ഞിട്ടൊന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ആളൊന്ന് ഹാപ്പി ആയിട്ട് പറഞ്ഞേട്ടാ. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു വേൾഡ് കപ്പിൻ്റെ പ്രോസസ്സൊക്കെ. നമുക്ക് ഭയങ്കര ആകാംക്ഷ, നമ്മുടെ കാലത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് ലോകകപ്പ് ജേഴ്സിക്ക് നല്ലൊരു കാശ്. ഇപ്പോൾ പ്രാവശ്യത്തെ ജേഴ്സി അങ്ങനെ ഇറക്കിയവർക്കൊക്കെ തുണിക്കടകൾക്കൊക്കെ ഭയങ്കര കാശാട്ടോ. എല്ലാ സ്കൂളുകാരും ജേഴ്സി ഡേ എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പം ഭയങ്കര ഡിമാൻഡാവും. ഈ പ്രാവശ്യം എല്ലാ കുട്ടികളും ജേഴ്സി ഇടാണ്ട് ഒരു കുട്ടി പോലും ഉണ്ടാവില്ല സ്കൂളിൽ പോകാൻ. വാശി പിടിക്കുമല്ലോ. അവർക്ക് ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ ജേഴ്സി എന്തായാലും അവർ വാങ്ങിക്കുമല്ലോ. അത് കാരണം കൊണ്ട് ജേഴ്സി മുതലാളിമാർക്കൊക്കെ നല്ല ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും ഇപ്രാവശ്യം. അപ്പം അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ വന്ന് അനിയത്തിക്കുട്ടിയായിട്ട് ഒരു ചെറിയ കളിയും ഒക്കെ കളിച്ചു കൂട്ടാം. രണ്ടാമത്തെ മോൻ ട്യൂഷന് പോയി. അവൻ ടൈമായപ്പോൾ അവൻ ട്യൂഷന് പോയി. അപ്പോൾ ഇവൻ ട്യൂഷന് പോയിട്ടില്ല. അങ്ങനെ രണ്ടുപേരും മെസ്സിയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അനിയത്തിക്കുട്ടിയും അവനും കൂടി കളിച്ചു കേട്ടോ. അപ്പോൾ അവരുടെ ഒരു ആവേശം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കളിയിൽ അർജൻറ്റീന ജയിച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ. ദൈവമേ, ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. അപ്പോൾ എല്ലാവരും അവരുടേതായ ടീം ജയിക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട്. അതെല്ലാവർക്കും ഭയങ്കര പ്രിയമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കൊച്ചു വീഡിയോ അവസാനിപ്പിക്കാനായിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ബൈ, സീ യു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ. അപ്പോൾ അവർ ചോദിക്കണേ നിങ്ങൾ മെസ്സി ഫാനാണോ എന്ന് ചോദിക്കാനായിട്ടാണ്. അപ്പോൾ അവർ ഇത്തിരി നേരം അവിടെ നിന്നു വെയിറ്റ് ചെയ്തു ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ് വന്നിട്ട് അവർ വേറെ സ്കൂളിലാണ് പഠിക്കണേട്ടാ. അപ്പോൾ അവൻ ട്യൂഷൻ കഴിഞ്ഞ് അവർ പോകണുള്ളൂ. അപ്പോൾ അവർ ഇവരെ കണ്ടിട്ട് ഇവർ മെസ്സിയുടെ ഡ്രസ്സ് ഇട്ട് കളിക്കുന്ന കണ്ടിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ടാ. അപ്പോൾ അങ്ങനെ അവരോടൊക്കെ വിശേഷം പറഞ്ഞു. അപ്പോൾ ഞാൻ മെസ്സി ഫാനാണോ അവിടെ ആന്ന് ചോദിച്ചാൽ മെസ്സി ഫാൻ തന്നെയാണെന്ന് പറഞ്ഞു.